വേറെ പ്രശ്നമില്ല. ഞങ്ങൾ കർശനമായ രീതിയിൽ തന്നെ സമ്മേളനം ഗൌരവത്തോടുകൂടി നടത്തണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അത് ആ രീതിയിൽ തന്നെയാണ് നടത്തുകയും ചെയ്യുക. അപ്പോ ഫെബ്രുവരി മാസം നടക്കേണ്ടുന്ന സമ്മേളനത്തിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ അജണ്ട വെച്ച് അതിന്റെ ആളുകളെ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് പോകുന്ന നിലയൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിന്റെ അജണ്ട ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ ധരിക്കണം. നിങ്ങൾക്ക് അജണ്ടയെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഈ കഥ എഴുതുന്ന ആളുകൾക്ക് എഴുതാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇന്നിപ്പോൾ ചില പത്രങ്ങൾ വളരെ വലിയ വണ്ടക്കാത്ത തലക്കെട്ടിൽ എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പാർട്ടിക്കും ഗവൺമെന്റിനൊക്കെ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രശ്നം? തൃശൂരിന്റെ പശ്ചാത്തലത്തിൽ UDF 3ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് BJP വന്ന കാര്യം സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. ഞാൻ തന്നെ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആ കാര്യം മുഴുവൻ ഇതിനു മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? BJPയുമായി CPIM ADGPയുമായി ഒരു ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ടാണ്. തികച്ചും തെറ്റായ, അവാസ്തവമായ, അസംബന്ധമായ ഒരു റിപ്പോർട്ടിന്റെ മേലെ വാർത്തയുണ്ടാക്കിയിട്ട് ആ വാർത്ത പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ട് അതിന്റെ മേലെ പ്രതികരിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇതെല്ലാം മുമ്പേ പ്രതികരിച്ചതാണ്. ഏതെങ്കിലും DGPയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ADGPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഏതെങ്കിലും വിഭാഗവുമായി RSSോ BJPയുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കേണ്ട പ്രശ്നമില്ല. കാരണം വളരെ തുറന്നു വെച്ച പുസ്തകം പോലെ മുഴുവൻ ആളുകൾക്കും വായിക്കാൻ സാധിക്കുന്നതാണ് CPIയും അതുപോലെ തന്നെ BJPയും RSSും തമ്മിലുള്ള ബന്ധം. നിരവധിയായ സന്ദർഭങ്ങളിലായിട്ട് ഈ കേരളത്തിലെ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി അജണ്ട വെച്ച് പ്ലാൻ ചെയ്തൊരു അഖിലേന്ത്യാ നേതൃത്വമാണ് RSSും BJPയും. നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയിട്ടുണ്ടാവില്ല, ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കണ്ണൂർ ജില്ലയെ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി അതിനെ അവിടുത്തെ CPIMനെ തകർക്കാൻ, CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം കണ്ണൂരാണെന്നും ആ കണ്ണൂരിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ദത്തെടുത്ത് പ്രവർത്തനം നടത്തിയ ഒരു വിഭാഗമാണ് ഈ RSS. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയെല്ലാം നല്ല ധാരണയുണ്ട്. ദത്തെടുത്തു, എന്നിട്ട് 2 കോടി രൂപ ആ ദത്തെടുത്ത സന്ദർഭം പ്രഖ്യാപിച്ച സമയം തന്നെ കൊടുത്തു CPIMനെ തകർക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ബീഡി കമ്പനികൾ ഉൾപ്പെടെ അക്രമം നടത്തിയത്. മുഖപരിചയം പോലുമില്ലാതെ പാർട്ടി കേഡർമാരായ ബീഡി തൊഴിലാളികളെ ആരായാലും അനുഭാവിയായാലും ഉൾപ്പെടെ കൊന്നൊടുക്കി ഒരു നിശ്ചിത തീയതി നിശ്ചയിച്ചു. ആ നിശ്ചിത തീയതിക്ക് ഇത്രാം മണി 11 മണി അന്നാണ് 11 മണിയാണ് ഉപയോഗിച്ചത്. തലശ്ശേരി താലൂക്കിന്റെ വിവിധ മേഖലയിൽ ബീഡി തൊഴിലാളികൾ പണി തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ ബോംബെറിഞ്ഞു. തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കുപറ്റി. മുഖപരിചയം പോലുള്ള എന്തെങ്കിലും ശത്രുതയുള്ള ആളുകളെല്ലാം ഭീഷണിപ്പെടുത്താനാണ്, ഭീതിപ്പെടുത്താനാണ്. ഇതാണ് RSS അന്നെടുത്ത നിലപാട്. ആ നിലപാടിനെ പറ്റി ഞാൻ നേരത്തെ തന്നെ മുമ്പ് തന്നെ ഇവിടെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ CPIMനെ തകർക്കാൻ ആദ്യം കണ്ണൂർ ജില്ലയെ ദത്തെടുത്തു, പിന്നീട് ആലപ്പുഴയെ ദത്തെടുത്തു, നിരവധി ജില്ലകളെ ദത്തെടുത്തു, നിരവധിയായ ഞങ്ങളുടെ സഖാക്കളെ കൊന്നു RSS. ഇതിനോട് ശക്തിയായിട്ട് നിലപെട്ട് പമ്പിച്ച രീതിയിലുള്ള പൊരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ CPIM ഇവിടെ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ RSSന്റെ BJPയുടെ അടിത്തറ വികസിക്കല്ല ചെയ്തത്, ദേശീയ ശരാശരിയും കേരള ശരാശരിയും കുറയുക ചെയ്തു. കാരണം ജനങ്ങൾ അതിനെ ശക്തിമത്തായ രീതിയിൽ പൊരുതിയിട്ടുണ്ട് അതിനെതിരായിട്ട്. അതുകൊണ്ട് RSSുമായിട്ട് ബന്ധം ഞങ്ങളല്ല ഉണ്ടാക്കിയത്. RSസുമായി BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയത് തൃശൂരിൽ കോൺഗ്രസാണ്. മുമ്പ് നേമത്ത് കോൺഗ്രസിനെയാണ്. നേമത്ത് രാജഗോപാലൻ ജയിച്ചതും അതിന്റെ പശ്ചാത്തലത്തിലാണ്, കോൺഗ്രസ് വോട്ടിലാണ്. ഇവിടെ തൃശൂരിൽ ജയിച്ചതും കോൺഗ്രസിന്റെ വോട്ടിലാണ്. 86,000-ലധികം വോട്ട് കോൺഗ്രസിന് അവിടെ കുറഞ്ഞിട്ടുണ്ട്. 86,000-ലധികം വോട്ട് യഥാർത്ഥത്തിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. 3ാം സ്ഥാനത്തേക്ക് വെറുതെ പോയതല്ല കോൺഗ്രസ്. ഞങ്ങൾക്കവിടെ 16,228 വോട്ട് അവിടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വോട്ട് കുറയല്ല, ഇത് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന വോട്ട് പൂർണ്ണമായി കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാളും 16,000-ലധികം വോട്ട്, 16,228 വോട്ട് നമുക്കധികം കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് 86,000-ലധികം വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതിൽ ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെയാണ്. ആ വോട്ടാണ് BJP കിട്ടിയത്. എന്നിട്ടാണ് BJP 74,000 വോട്ട് ജയിച്ചത്. അതന്വേഷിക്കാൻ വേണ്ടി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. മുരളി ഉൾപ്പെടെ അതിശക്തിയായിട്ട് അതിനെ ശക്തിയായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ
ആരാണ് ഉത്തരവാദി എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. RSSനെയും BJPയെയും സുരേഷ് ഗോപിയെയും ജയിപ്പിക്കുന്നതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, കോൺഗ്രസുകാർക്കും അറിയാം. എന്നിട്ട് അത് മൂടിവെക്കാൻ വേണ്ടി ഇപ്പോഴും VD സതീശനും കോൺഗ്രസുകാരും CPIM-ഉം ADGP മുഖേന RSകാരനെ കണ്ട് RS നേതാവിനെ കണ്ട് ഡീലുണ്ടാക്കിയിരിക്കുന്നു എന്ന ശുദ്ധ അസംബന്ധം പറയുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അത് കൊട്ടിഘോഷിക്കാൻ കുറെ പത്രവും കുറെ മാധ്യമങ്ങളും അതിന്റെ ഫ്രണ്ട് പേജ് അതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ യാതൊരു ഉറപ്പുമില്ല. ഇതാ കാര്യം. അതുകൊണ്ട് ഞങ്ങളതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ആരോപണം. ഇതെല്ലാം ഞങ്ങൾ നിരന്തരമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. കോൺഗ്രസാണ്, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് വീക്ഷണത്തിന്റെ പത്രാധിപര്. കോൺഗ്രസിന്റെ വീക്ഷണത്തിന്റെ പത്രാധിപരാണ് പറഞ്ഞാട്ടെ. യേശാമന് പറയണ്ട, മറ്റേ പ്രചാരം കുറവായതുകൊണ്ട് അറിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ അറിയുന്നതല്ലാണ്. അദ്ദേഹം ഇപ്പോ BJP ചേർന്നിരിക്കുക. അതുകൊണ്ട് അതിന് പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ അയാളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ല. അദ്ദേഹം ഇപ്പോഴും BJPയിലേക്ക് പോയിരിക്കുകയാണ്. മനസ്സിലായല്ലേ മോഹനവർമ്മ? കറക്റ്റ്. അപ്പോ അദ്ദേഹം BJP ചേർന്നു. എന്നിട്ടാണ് CPIM ലിങ്ക് ഉണ്ടാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ള പ്രചാര വേലയാണ്. പ്രായം ഉണ്ടാക്കി ചേരാന്നാ? പ്രായം വരുമ്പോഴാണോ BJP ചേരേണ്ടത്? അപ്പോ UDFന്റെ വലിയ പരാജയം സത്യം പറഞ്ഞാൽ മൂടിവെക്കാൻ വേണ്ടി കോൺഗ്രസ് എടുത്തു വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഇത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ വീക്ഷണത്തിന്റെ പത്രാധിപരായിരുന്ന മോഹനവർമ്മ BJPയിലേക്ക് പോയ ദിവസം തന്നെയാണ് VD സതീശൻ CPM-വുമായി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡീലുണ്ടാക്കാൻ RSS നേതാവിനെ കണ്ടുവന്ന കള്ളപ്രചാരവേല നടത്തിയിട്ടുള്ളത്. അത് തികച്ചും തെറ്റായ പ്രസ്താവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയവരാണ് നിങ്ങൾ. 218 CPIM പ്രവർത്തകരാണ് RSSന്റെ കൊലക്കത്തിക്കിരയായിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ 18 CPIM പ്രവർത്തകരെയാണ് RSS കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ നിരന്തരമായിട്ട് ആശയരംഗത്ത് മാത്രമല്ല കായികമായി ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് RSSന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമ സമരം രാഷ്ട്രീയ സമരമാക്കി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് K. സുധാകരനാണ്. K. സുധാകരന്റെ പ്രസ്താവന ഇന്ന് പത്രത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന തെറ്റായ സമീപനങ്ങൾ മറ്റൊരു ദൃഷ്ടാന്തമാണ്. ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എത്ര പോലീസിനെ ആക്രമിക്കുന്ന നിലപാടുണ്ടായാലും അതെല്ലാം പോലീസ് അതിക്രമമാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമം UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള RSSന്റെ അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളെ പാർട്ടി പ്രതിരോധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്. ആ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ തരത്തിലുള്ള കടന്നാക്രമണങ്ങളെയും രാഷ്ട്രീയമായിട്ട് തന്നെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഏത് പരിശോധിക്കുന്നില്ല? ഇല്ല, പരാതി നൽകിയില്ല. അല്ല, എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോൾ TVയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കണം. ആ പറഞ്ഞതിന്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. TVയിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതെ, അല്ലല്ല, അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ പറഞ്ഞു. പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങളുടെ അടുത്ത്.
നിങ്ങൾ എന്തൊക്കെയാ ഉയർന്നു വന്നത്? വഴി വിട്ടു അതന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത്